ഹായ് ഓൾ, വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കൻ്റെ ആണ്. ഇതിനായിട്ട് ആദ്യം കുറച്ച് ഐറ്റംസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ വലിയ ജീരകം, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇനി ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വന്നാൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇത് കരിയാണ്ട് നോക്കണം, കാരണം കരിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തരികളൊന്നുമില്ലാതെ പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പെപ്പർ ചിക്കൻ്റെ സ്പെഷ്യൽ മസാല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ പോകാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഉള്ളി വാടി വരുന്നത് വരെ അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മെൽ മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇടുന്നുണ്ട്. തക്കാളി നല്ലോണം വാടുന്നത് വരെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ചിക്കനും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. ഇനി ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയെടുത്ത ആ പെപ്പർ ചിക്കൻ്റെ സ്പെഷ്യൽ മസാല മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈ ആയി വരുന്നവരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് കറി ലീവ്സും ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോംബോ ആണ്. എന്തായാലും ഉണ്ടാക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.